ചെറുപാട്ടകത്ത് 306 ചെറുപാട്ടകത്ത് എൻ്റെ തമ്പ്രാന്മാർക്ക് ഞാൻ എൻ്റെ നാട് പഠിയാനായിട്ടൊന്ന് നിലനിന്ന ഒരു പരാർത്ഥം അന്ന് ടിപ്പു ഇവിടെ ഒഴിഞ്ഞുവെങ്കിലും ഇന്ത്യൻ ഭേദമായിട്ട് എൻ്റെതായ ഇപ്പോൾ വാഴുന്നവരും എൻ്റെ കുഞ്ഞുകുട്ടി വൈദ്യങ്ങളും മക്കളും വരെ കൂടി ചേർന്നുകൊണ്ട് ഇപ്രകാരം എങ്ങനെ കെട്ടിവെക്കാൻ തിരുവടി കാണുന്ന നേരത്ത് എൻ്റെ തറവാട് കണ്ട് കൈയെടുക്കുന്നതായ ആ കീഴ്വഴക്ക് ഞാൻ ഭംഗം വരുത്തില്ല കേട്ടോ. സന്താനങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ട് വളരുവാൻ എന്ന് എപ്പോഴും അനുഭവ സമ്പത്തുകളി ഉണ്ടാണ് കേട്ടോ. ഇത് ഗ്രാഹ്യം വേണം. ഇത് പൂർവ്വകാല കഥയാണ് കേട്ടോ. അതിനൊക്കെ ചരിത്രമുണ്ട് ഇതിന്. ഒന്ന് ശ്രമിച്ച് മുന്നോട്ട് വരണം കേട്ടോ. അനുഭവ സമയത്തെല്ലാം ഇന്ന് പാഠശാല പോകുന്നില്ലേ? ഇന്ന് പോയില്ല അല്ലേ? ദൈവത്തെ കാണാൻ അല്ലേ ഒരു ദിനം മുടങ്ങി വന്നു ഇരിക്കട്ടെ. അതിലുപരിയായിട്ട് നാളെ ചെന്ന് പാഠശാല ചെന്ന് ഗുരുവിനോട് അല്ലേ പറയുന്ന ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ ഒഴിയാൻ സാധ്യമാകുന്ന അനുഭവം കേട്ടോ. വരെ പഠിച്ചു വിടുന്നതാണ് വേണം. ഇന്ന് ഞാൻ തന്ന നാണിപ്പം കരനീട്ടി വാങ്ങി. ഇതെന്താ വാങ്ങിയത് അല്ലേ? പിതാവോട് വാങ്ങിയല്ലേ? ഇത് കടം വാങ്ങിയതല്ലേ അല്ലേ? തീരെ കൊടുക്കേണ്ടത് ഇതപ്പാ കൊടുക്കുക. ആ വലുതായ മാത്രം മതിയോ? മതിയായ വിദ്യ വേണ്ട കയ്യിൽ. ആ വിദ്യക്ക് എടുത്തിപ്പോൾ തൊഴിൽ ഈ നമ്പാൻ ഉണ്ടാക്കി തരും കേട്ടോ. നിങ്ങളുടെ കൂടെ ഒന്നും ഒരു ചണ്ടാള സേവയെങ്കിൽ നിങ്ങൾ ഏത് ദിക്കിൽ ചെന്നാലും എല്ലാ കാര്യത്തിനും കർമ്മത്തിനും നല്ലതായ കാര്യങ്ങൾക്കും ദോഷമായ കാര്യങ്ങൾക്കും എത്തുന്നതിനും എപ്പോഴും ഈ നമ്പർ ഒന്നും കൂടി ഉണ്ടാകും കേട്ടോ. ഭയപ്പാട് വേണ്ട. മാതാവും പിതാവും ചൊല്ലുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കോ അല്ലേ. മാതാപിതാ ഗുരു ദൈവം. ദൈവയുടെ കണ്ടി 4ാം സ്ഥാനത്ത് അല്ലേ. 3ാമത് ഗുരുവിനെ കണ്ടു. ഗുരുവാരാന്ന് വിദ്യ പറഞ്ഞതാണല്ലേ ഗുരു അല്ലേ. കൺകണ്ട ദൈവാരാന്ന് മാതാവും പിതാവും അല്ലേ. അത് കഴിച്ചിട്ടില്ലേ അവിടെ. എന്നാലും ഈ ഇളയ കുരുന്ന് മനസ്സിൽ ദൈവത്തിൻ്റെ ആയിരിക്കും ഒരു ഭക്തിയിലേക്ക് കുറച്ചെല്ലാം മതി കേട്ടോ. ഒരുപാട് വേണ്ട, കുറേ ശല്യ ഭക്തി വേണം കേട്ടോ. എല്ലാ കാര്യങ്ങളും കാര്യം ഉണ്ടാവും. സന്തോഷം.